എന്താ ഡാഡ്? ദേ നോക്ക്, ഇന്നത്തെ ന്യൂസ് പേപ്പറിന്റെ കൂടെ ഒരു ഗുഡ് ന്യൂസ് കൂടി വന്നിട്ടുണ്ട് മോനെ. എന്ത് ന്യൂസാ ഡാഡ്? നീ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന നിന്റെ ഡ്രീം പ്രോജക്റ്റ്, അത് നിനക്ക് സ്വന്തമാക്കാനുള്ള അവസരവും സമയവും ഒത്തു വന്നിരിക്കുക. ഇതെന്തിനെ കുറിച്ച് നിങ്ങൾ രണ്ടുപേരും പറയുന്നത്? അത് തന്നെ. ഡാഡ് ഏത് പ്രോജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? നീ ഈ ന്യൂസ് പേപ്പർ നോക്ക്, അപ്പൊ നിനക്ക് കാര്യം മനസ്സിലാവും. JMR സ്വദേശത്തേക്ക് മടങ്ങുന്നു. JMR ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു. വ്യവസായ മേഖലയ്ക്ക് തന്നെ അഭിമാനമായ പ്രമുഖനായ വ്യവസായി JMR സ്വന്തം രാജ്യമായ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് വ്യവസായ രംഗത്ത് ലോകപ്രശസ്തനായ JMR വ്യവസായ രംഗത്ത് തന്റെ പുതിയ ചില സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനായാണ് ഇന്ത്യയിലേക്ക് മടങ്ങുന്നതെന്നാണ് അഭ്യൂഹങ്ങൾ. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് യുവ സംരംഭകർ ചുറ്റുമുണ്ട്. അദ്ദേഹത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണവർ. അദ്ദേഹം ഇവിടെ ആരംഭിക്കാനിരിക്കുന്ന പ്രോജക്റ്റുകൾ ആർക്ക് കൊടുക്കുമെന്ന് കണ്ടറിയാം. ഡാഡ്, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. JMR സാറിനൊപ്പം ഒരു വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായാൽ മതിയായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു പ്രോജക്റ്റ് നേടിയെടുക്കാനുള്ള അവസരം പോലും ഈ ജന്മത്തിൽ പോലും സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചേ. ഏതായാലും അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിൽ സന്തോഷ. നിന്റെ സന്തോഷമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് കിട്ടുന്നതിന് വേണ്ടി വലിയ മത്സരമായിരിക്കും. മുത്തച്ഛ, മത്സരം എത്ര വലുതായാലും ശരി, ജയിക്കാൻ പോകുന്ന അച്ഛൻ തന്നെയാ. അച്ഛൻ നല്ല സ്മാർട്ട് ആണെന്നും ടാലന്റഡ് ആണെന്നും ഇത്രയും നാളായിട്ട് മുത്തശ്ശന് മനസ്സിലായിട്ടില്ലേ? എന്തായാലും ആ പ്രൊജക്റ്റ് അച്ഛനുള്ളത് തന്നെയാ. ഡാഡ്, നമ്മുടെ ചക്കി പറഞ്ഞ ആ കാര്യം അതുപോലെ തന്നെ നടക്കുന്ന. അത് ശരിയാ. കാലങ്ങളായിട്ട് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ എന്ന പ്രോജക്റ്റിന് വേണ്ടിയായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. ആ പ്രോജക്റ്റ് നിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ പ്രശസ്തി നമ്മൾ ഊഹിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമായിരിക്കും. മിഥുന്റെ കപ്പാസിറ്റിയെ കുറിച്ചും കമ്മിറ്റ്മെന്റിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? എന്തായാലും ആ പ്രൊജക്ട് മിഥുന് തന്നെ കിട്ടും. നിങ്ങൾ നോക്കിക്കോ. മിഥുന്റെ ഒപ്പം മത്സരിക്കാൻ അപ്പുറത്ത് അർജുൻ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മറന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്കിൾ, അർജുൻ എപ്പോഴും ഒരു വട്ടം ഭാഗ്യം കൊണ്ട് മാത്രം ജയിച്ചതാ. ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ മിഥുന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. അതുകൊണ്ട് മാത്രം എല്ലാ പ്രൊജക്ട്സും അർജുന് സ്വന്തമാണെന്നുണ്ടോ? അത് തന്നെ അർജുന്റെ ടാലന്റോ അല്ലെങ്കിൽ ഹാർഡ് വർക്കോ അല്ല. അതിന് അർജുന്റെ പുറകില് ഏതൊരു ലേഡി ഉള്ളതുകൊണ്ടാണ്. അന്ന് അവര് കാരണം ആ പ്രോജക്റ്റ് അർജുന് കിട്ടിയത് തന്നെ. അച്ഛൻ ആരെ കുറിച്ചായി പറയുന്നേ? ചിക്കുന്റെ അമ്മേനെ കുറിച്ചാണോ? അവരായിരിക്കണമെന്നൊന്നുമില്ലടാ. ഇനി ചിലപ്പോ അർജുൻ അങ്കിളുടെ കൂടെ വേറെ ഏതെങ്കിലും ഒരു ലേഡി വർക്ക് ചെയ്യുന്നുണ്ടാവും. ആ ലേഡിയെ കുറിച്ച് അച്ഛൻ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ചിക്കുന്റെ അമ്മേനെ കുറിച്ചായിരിക്കും അച്ഛൻ പറയുന്നേ. എന്താന്നറിയോ, അമ്മ ഭയങ്കര സ്മാർട്ട് ആണെന്നും ഓഫീസ് കാര്യങ്ങളൊക്കെ നന്നായി നോക്കി നടത്തുമെന്നും അർജുൻ അങ്കിൾ ഒരു ദിവസം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് ചിക്കുന്റെ അമ്മ അച്ഛൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്റെ ഫോണിലുണ്ട്. ആദ്യം എന്നെ താഴെ ഇറക്ക്.
എടി ചക്കി, വലിയവര് സംസാരിക്കുമ്പോ നീ എന്തിനാ ഇടപെടുന്നേ? കുട്ടികളായ കുട്ടികളെ പോലെ പെരുമാറണം, അല്ലാതെ കയറി വലിയ ആളാവാൻ നോക്കരുത്. അതിനിപ്പോ എന്താ ഉണ്ടായത് പ്രിയംവദേ? ഞാൻ എന്താ ചെയ്തത്? നീ ഒന്നും ചെയ്തില്ല. നീ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പ്രിയംവദേ, നീ ഇപ്പൊ എന്ത് കാര്യത്തിന് അവളോട് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടോണ്ടിരിക്കുന്നെ? ചേച്ചി, ചക്കിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ നല്ലൊരു കാര്യമല്ലേ അറിഞ്ഞത്? അതിന്റെ കാരണം എന്താണെന്നറിയോ? അതെന്താ ആ കാരണം? നമ്മളിപ്പോ വിവേകിന്റെ കല്യാണം നടത്താൻ പോവല്ലേ? അപ്പോ ഒരു ശുഭകാര്യം നടക്കാൻ പോവാ. അങ്ങനെ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ച ഉടനെ തന്നെ ശുഭവാർത്തകളും കേൾക്കാൻ തുടങ്ങി. അതുകൊണ്ട് വിവേകിന്റെ കല്യാണത്തിനൊപ്പം മിഥുന്റെയും മഞ്ജരിയുടെയും കല്യാണം കൂടെ നടത്തി കഴിഞ്ഞാ പിന്നെ നമുക്ക് എല്ലാം ശുഭമായിരിക്കും. എന്താ മിഥുൻ, എന്താ ഒന്നും പറയാത്തെ? കല്യാണക്കാര്യം പറഞ്ഞ സൈലന്റ് ആവും. ഇപ്പൊ പ്രിയംവദാന്റി പറഞ്ഞത് നല്ലൊരു കാര്യമല്ലേ? മഞ്ജരി, എന്റെ മനസ്സിൽ ഇപ്പൊ ജയമാർ സാറിന്റെ ഒരു പ്രോജക്റ്റ് എങ്ങനെ സ്വന്തമാക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പ്രോജക്റ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാ. അതുവരെ ആരും കല്യാണത്തെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട പ്ലീസ്. മഞ്ജരി, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. മിഥുൻ, ജയമാർ സാർ വന്ന സ്ഥിതിക്ക് നീ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ നോക്കണം. വേഗം ഇറങ്ങാൻ നോക്ക്. ഓക്കെ ഡാഡ്. ഛെ, മാഡം, അർജുൻ സാറുണ്ടോ? നിങ്ങളാരാ? അർജുൻ സാറിന്റെ കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാ. മേഘ മാഡത്തിന് പകരം വന്നാ മാഡം. എന്ത്? മേഘയുടെ സ്ഥാനത്ത് നീ ജോയിൻ ചെയ്തെന്നോ? അതെ മാഡം. മേഘ, എന്താ ഗുരുമേ? മേഘേ, ഈ വീട്ടിലും ഓഫീസിലും ഒക്കെ എന്തൊക്കെയാ നടക്കുന്നേ? നീ ജോലി വേണ്ടെന്ന് വെച്ചോ? അതോ ഇനി അർജുൻ്റെ കൂടെ ജോലി ചെയ്യണ്ടെന്ന് തീരുമാനിച്ചോ? അങ്ങനെയൊന്നുമില്ല ഗൗരിയമ്മേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എന്നാ ഞാൻ വിചാരിച്ചു. എന്താടാ ഇത്? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? മേഘയുടെ പോസ്റ്റില് ഇയാളെ അപ്പോയിന്റ് ചെയ്തു. ഇത്രയും കാലം മേഘ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഇയാളാ ഇനി ചെയ്യാൻ പോകുന്നത്. ആ രമേശ്, എന്തിനാ വന്നത്? ഈ ഫയലിലൊക്കെ സാറിന്റെ സൈൻ വേണമായിരുന്നു, അതിനുവേണ്ടി കൊണ്ടുവന്ന. ശരി, ഇന്നതാ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചോ? അന്വേഷിച്ചു സാർ. ജയമാർ സാർ ഇവിടെ ലാൻഡ് ചെയ്ത ശേഷം 10 മണിക്കൂർ കഴിയുമ്പോഴേ അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ബുദ്ധിമുട്ടാ സാർ. ആ ശരി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇത് വെച്ചോ. ഓക്കെ സാർ. അർജുൻ, ഒന്നവിടെ നിന്നേ. ഞാൻ ചോദിച്ചതിന് നീ വ്യക്തമായ മറുപടി തന്നില്ല. മേഘ ചെയ്തുകൊണ്ടിരുന്ന ജോലി നീ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? സോറി മേഘ, നിന്നോട് ചോദിച്ചിട്ട് തീരുമാനിക്കേണ്ടതായിരുന്നു. പക്ഷേ തീരുമാനങ്ങളെ നീ ബഹുമാനിക്കുമെന്ന വിശ്വാസത്തിലാണ് നിന്നോട് പറയാതെ ഞാനൊരു തീരുമാനം എടുത്തത്. അതെ, എന്തിനാന്നാ എന്റെ ചോദ്യം. ഞാനിപ്പോ ട്രൈ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ഒരുപാട് വലുതാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നോട് മത്സരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മിഥുനാണ്. ആ മിഥുനുമായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ മേഘ എന്റെ കൂടെ നിന്ന് മിഥുന് എതിരാളിയാവുന്നത് എനിക്ക് തീരെ താല്പര്യമുള്ള ഒരു കാര്യമേ അല്ല. അതുകൊണ്ടാ തൽക്കാലത്തേക്ക് മേഘ ചെയ്യുന്ന ഈ ജോലി എനിക്ക് മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടി വന്നത്. പക്ഷേ അർജുൻ... ഗൗരമ്മേ, അർജുൻ ഇപ്പൊ എടുത്ത തീരുമാനം വളരെ കറക്റ്റാ. ഞാൻ ആ തീരുമാനത്തെ ബഹുമാനിക്കുന്നു അർജുൻ. താങ്ക് യു സോ മച്ച് മേഘ. അമ്മേ, നമുക്ക് സ്കൂളിലേക്ക് പോവാം. ചിക്കുവിനെ ഞാനാ ഇന്ന് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. അതെന്തിനാ അർജുൻ പപ്പ? എന്നും അമ്മയല്ലേ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാറ്? ഇന്ന് നമുക്ക് അമ്മയ്ക്ക് റെസ്റ്റ് കൊടുക്കാം.
പിന്നെ ഞാൻ ഇന്നൊരു പുതിയ പ്രൊജക്ട് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുക. കുറച്ചു നേരം നിന്നോട് മിണ്ടിയും പറഞ്ഞൊക്കെ അങ്ങ് പോയാല് എനിക്ക് കുറച്ച് മോട്ടിവേഷനും ആവില്ലേ? ഓഹോ, അർജുൻ പപ്പ ഇന്ന് പുതിയ പ്രൊജക്ട് ട്രൈ ചെയ്യാൻ പോവാണോ? ഓൾ ദി ബെസ്റ്റ് അർജുൻ പപ്പ. താങ്ക് യു സോ മച്ച് ചിക്കു. ശരി അമ്മേ, ബൈ ബൈ. ബൈ ചിക്കു. വാടാ. മേഘേ, എന്താ മോളെ നീ എന്താ ആലോചിക്കുന്നേ? ആ. അവന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ നിനക്ക്? അർജുൻ വളരെയധികം ആലോചിച്ചിട്ട് ഗൗരിമ ഈ തീരുമാനം എടുത്തത്. എന്നാ ശരി, മോൾ എന്താ വിചാരിക്കുന്ന ഓർത്ത് എനിക്ക് പേടിയുണ്ടായിരുന്നു. ശരി ഗൗരിമേ, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. പോയിട്ട് വാ മോളെ. എന്താടോ ഇത്? ഞാൻ വരുന്നത് ഒരാളും അറിയരുതെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് വന്നിറങ്ങുന്നതിന് മുൻപ് തന്നെ ലോകം മുഴുവൻ അങ്ങ് പാട്ടായല്ലോ. സോറി സാർ. സാർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന കാര്യം എങ്ങനെയാണ് ലീക്കായെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയില്ലേ പിന്നെ ആർക്കറിയാം? ഓരോ മുടന്ത ന്യായങ്ങൾ പറയണ്ട. ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാ? ഒരു ഇമ്പോർട്ടന്റ് പ്രോജക്റ്റ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് എനിക്കത് കഴിവുള്ള ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകണം. അതല്ലാതെ ഈ പറയുന്ന സ്വീകരണങ്ങൾക്കും ആദരവിനൊന്നും വേണ്ടിയല്ല. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ? ഒരു ചെറിയ കാര്യം പോലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ കാര്യം വരുമ്പോ വർഷത്തിലൊരിക്കലാണ് ഇവിടെ വരുന്നത്. അന്യനാട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം നമ്മുടെ സ്വന്തം നാട്ടിൽ കിട്ടില്ലെന്ന് പറഞ്ഞാ ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നോക്കിക്കോളാം സാർ. സോറി സാർ. ശരി, വിട്ടേക്ക്. ഡ്രൈവർ, വണ്ടി നിർത്ത്. സാർ എന്തിനാ ഇവിടെ ഇറങ്ങിയത്? നിങ്ങൾ വയ്ക്കോ, ഞാൻ അവിടേക്ക് എത്തിക്കോളാന്ന് പറഞ്ഞേക്ക്. ഈ ബഹളത്തിനിടയിൽ വന്നാലേ എന്റെ സമാധാനം മുഴുവൻ ഇല്ലാതാകും. ഞാൻ തനിച്ചങ്ങ് വന്നോളാം. തൽക്കാലം ഞാൻ ഈ ഫോൺ സൈലന്റിലാക്കുക. ദാ ഈ ഫോൺ കയ്യിൽ വെച്ചു. ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഇവിടെ ഇങ്ങനെ യാതൊരു സെക്യൂരിറ്റി അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കറിയാവുന്ന സ്ഥലമല്ലേ. നിങ്ങൾ വയ്ക്കോ, എല്ലാവരും വയ്ക്കോ. ശരി സാർ. വയ്ക്കോ. ഓക്കെ. ചെല്ലേ, ഞാൻ വന്നോളാം. ഓട്ടോ, ഓട്ടോ, നിർത്ത് 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 നിർത്ത്. മോനെ, ശിവക്ഷേത്രത്തിന്റെ അടുത്തേക്ക് ഒന്ന് പോവാനാ. ക്ഷമിക്കണം സാർ, വണ്ടിയിൽ ഇപ്പൊ ആളിരിപ്പുണ്ട്. അത് സാരല്ലേട്ടാ, അദ്ദേഹം എന്റെ കൂടെ വന്നോട്ടെ. ഞാനും അവിടേക്ക് തന്നെയല്ലേ. സർ, വന്ന് കേറിക്കോളൂ. സർ കേറുന്നില്ലേ? അകത്ത് കയറൂ സർ. എന്ന് പോവാൻ ചേട്ടാ.
ഇന്നെൻ്റെ മോളുടെ പിറന്നാളാ. ശിവക്ഷേത്രത്തിൽ അർച്ചന കഴിക്കാനായിട്ട് പോവുക. എടോ കുമാറെ, എത്ര പേര് വന്നിട്ടുണ്ടാവും? ഇതിപ്പോ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. വരുന്നവരൊന്നും ചില്ലറക്കാരല്ല സാർ. ജെഎംആറിന്റെ പ്രൊജക്ട് എടുക്കാൻ വേണ്ടി നമ്മൾ വന്ന പോലെ തന്നെ വന്നവരാ സാർ ഇവരെല്ലാം. അതായത് നമ്മെ സംബന്ധിച്ചിപ്പോ നല്ല കോമ്പറ്റീഷൻ ഉണ്ടെന്ന് അർത്ഥം. ഇവരൊന്നും സാറിന് കോമ്പറ്റീറ്റർ ആവില്ല സാർ. സാർ ഉം? ശരിക്കുള്ള കോമ്പറ്റീറ്റർ വരുന്നുണ്ട് സാർ. ഹലോ മിഥുൻ, ഹൗ ആർ യു? ഐ എം ഓൾവേസ് ഗ്രേറ്റ് അർജുൻ. എന്തുകൊണ്ടാണെന്നറിയോ? നിന്നെ പോലുള്ള എതിരാളികളെ എപ്പോഴും ഇങ്ങനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ ജയിക്കുന്ന ആള് ഒരു ദിവസം എന്റെ മുമ്പിൽ തോറ്റുപോയത് ഓർമ്മയില്ലേ? ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ആ ജയം നിന്റെ ഒന്നും അല്ല അർജുൻ, നിന്റെ പുറകിലുള്ള ഏതോ ഒരു പെണ്ണിന്റെ അല്ലേ? അവൾ ഉണ്ടാക്കി തന്ന ജയം നിന്റെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാൻ നോക്കുകയാണോ നീ? കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ പറഞ്ഞ് എന്റെ വിജയത്തെ നീ തരം താഴ്ത്തി. ഇനി ഒരിക്കലും അത് പറയാനുള്ള അവസരം നിനക്ക് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ ഞാൻ തന്നെ നേരിട്ട് കളത്തിലിറങ്ങാൻ പോവാ. ഈ വാളുമായിട്ട് കളത്തിലിറങ്ങുന്ന സൈനികൻ ചിലപ്പോ വിജയ് കൂടി പാറിക്കുമായിരിക്കും അർജുൻ. പക്ഷെ നീ കളത്തിലിറങ്ങുമ്പോ നിന്റെ എതിരാളിയായിട്ട് നിൽക്കുന്നത് ഞാനാണെന്ന് മറന്നുപോയോ? നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല മിഥുൻ, അർജുന. അർജുനെ നീ അങ്ങനെ അത്രയ്ക്ക് വില കുറച്ച് കാണരുത് മിഥുൻ. ഇവിടെ ആരാരെയാണ് വില കുറച്ച് കാണുന്നതെന്നും ആരാരെയാണ് കൂടുതൽ വഞ്ചിക്കുന്നതെന്നുള്ളതും ഞാൻ ഈ ജെഎംആർ ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ് സ്വന്തമാക്കി കഴിയുന്ന സമയത്ത് നിനക്ക് തനിയെ മനസ്സിലായിക്കോളൂ. കാണാം, നമുക്ക് കാണാം.